കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജാണ് മരിച്ചത്. SIR-മായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമാണ് മരണകാരണം എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. SIR-മായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ BLO-മാർക്ക് പ്രശ്നങ്ങളുണ്ട്, ജോലി സമ്മർദ്ദമുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നു. എന്നാൽ നിലവിൽ SIR നടപടികൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഈ ഇടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത വരുന്നത്. പയ്യന്നൂരിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് BLO ജീവനൊടുക്കി ഈ ജോലി സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ന് പറയുന്നു. മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. റഹീസ, എന്താണ് സംഭവിച്ചത്? നമ്മൾക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്നുണ്ടോ? ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഇദ്ദേഹം മരിച്ചത് എന്നുള്ളത്, ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിവരം ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. പോലീസ് അത് കൃത്യമായി പറയുന്നുണ്ട്. FIR അടക്കം ആ ഒരു സമയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. FIR-ലെ വിവരങ്ങളിൽ തന്നെ ഉണ്ട് ഈ SIR-മായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി ഈ ഒരു FIR-ൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ഈ ആശുപത്രിയിലെത്തി ഈ അദ്ദേഹത്തിനെ ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന, പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന ചില സുഹൃത്തുക്കളോടും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരും പറയുന്നത് ഈ ഒരു SIR ഫോം വളരെ വേഗം ഫില്ല് ചെയ്ത് തിരികെ കളക്ട് ചെയ്ത് വാങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം ഇദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഭാഗമായി വലിയ സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ള വിവരമാണ് ഈ സുഹൃത്തുക്കളും പങ്കുവെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ അനീഷ് ജോർജ്, 44 വയസ്സാണ് ഇയാൾക്കുള്ളത്. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്തിലെ BLO ആണ്. ഇപ്പോൾ ഇദ്ദേഹം നേരത്തെ ഇത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ഉണ്ടായതെന്ന് കൂട്ടുകാർ പറയുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയ ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ ഈ കോൺഗ്രസ് ഉന്നയിച്ചതുപോലെ തന്നെ ഈ CPM-ന്റെ BLO-യെ മാത്രം ഒപ്പം കൊണ്ടുപോയാൽ മതി എന്നുള്ളൊരു ഒരു തീരുമാനം അവിടെ CPM എടുക്കുകയും അവിടെ കോൺഗ്രസിന്റെ BLA-യെ ഒപ്പം കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ അവിടെ നിലനിന്നിരുന്നു. അത് സത്യമാണ്. അത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസും BJP-യും നേരത്തെ വലിയ ആരോപണമായിട്ട് അതൊക്കെ അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് ആഴ്ചകൾക്ക് മുമ്പുണ്ടായ സംഭവം ആണെന്നാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ SIR ഫോം 4-ാം തീയതിയാണ് ഈ BLO-മാരോടൊക്കെയും അത് തിരികെ വാങ്ങി എൻറ്റർ ചെയ്ത് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ എൻട്രിങ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ വേഗത്തിലാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ഓരോ ദിവസവും ഇവരോട് പൂർത്തിയാക്കിയ ആ ശതമാന കണക്ക് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതെപ്പോഴും ചലഞ്ചിങ് ആണ്. നമ്മളുടെ ബൂത്തിൽ, നമ്മൾ BLO ഇരിക്കുന്ന ബൂത്തിൽ അത് കുറവാണ് എന്നുണ്ടെങ്കിൽ ചോദ്യം വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദം ദിനേന ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അനീഷ് ജോർജ്, അദ്ദേഹം ഒരു ഈ രാമന്തളി സ്കൂളിലെ പ്യൂണാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ജോലിയുണ്ട്. അതിനപ്പുറത്തേക്ക് SIR-മായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലും കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുന്നു, ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ജോലി സമ്മർദ്ദം പല ഭാഗത്തു നിന്നും ഇങ്ങനെ കൂടിയതിന്റെ ഭാഗമായാണ് ആത്മഹത്യ എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. വീട്ടിൽ അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഒക്കെയും അധ്യാപകരായിരുന്നു. ഭാര്യയും 2 കുട്ടികളും ഉണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കുറെ വിവരങ്ങൾ കൂടി, വ്യക്തിഗത വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ജോലി സമ്മർദ്ദം കൂടിയത് കൊണ്ട് തന്നെയാണ് ആത്മഹത്യ എന്ന നിലയിലേക്കാണ് ആരോപണമൊക്കെയും വരുന്നത്. അതിനപ്പുറം FIR-ലും ഈ SIR-മായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് അമിതമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ SIR കഴിഞ്ഞ 1.5 ആഴ്ചയായി കൂടുതലായി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ BLO-മാരെ വിളിക്കുന്നതും അവരുമായി ഇടപെടുന്നതും ഒക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെടും എന്നുള്ള ആ ഒരു പ്രചാരണം, അതുമായി ബന്ധപ്പെട്ട് പാർട്ടികൾ നൽകുന്ന ഈ ആളുകളോട് ഇപ്പോൾ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ സ്ഥിരമായി വീടുകളിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവർ നൽകുന്ന നിർദ്ദേശം ഇതൊക്കെയും കൊണ്ട് ആളുകൾ വളരെയധികം ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കൺസേൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി BLO-മാരെ ഇവർ സ്ഥിരം വിളിക്കാറുമുണ്ട്. അപ്പോൾ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഒരു സമയവും ലഭിക്കാതെ BLO-മാർ അത്രയധികം സമ്മർദ്ദത്തിലാണത്. ഈ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ പാർട്ടിക്കാർ ഒന്നടങ്കം, കാരണം ആദ്യഘട്ടത്തിൽ BJP ആയിരുന്നു SIR-നോട് പൂർണ്ണമായിട്ടും അനുകൂലിച്ചു നിന്നിരുന്നവർ. പക്ഷെ ഈ അടുത്ത് വിളിച്ച സർവകക്ഷി യോഗങ്ങളിൽ BJP പോലും ഈ BLO-മാർക്ക് സമ്മർദ്ദം കൂടുന്നുണ്ട്, അതിന്റെ സമയം കുറച്ചുകൂടി നീട്ടി നൽകിയാൽ നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായം അവർ പോലും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും BJP അത് SIR-ന്റെ സമ്മർദ്ദമാണ് എന്നുള്ള നിലപാട് തന്നെ അവരും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ
മാറുകയാണ്. ഈ ഒരു വലിയൊരു സമ്മർദ്ദം അതിൽ അടിമപ്പെട്ടൊക്കെയും ജോലി എടുക്കേണ്ട സ്ഥിതിയാണ് സത്യത്തിൽ ഇപ്പോൾ ഈ BLOമാർക്ക് ഒന്നാകെ വന്നിരിക്കുന്നത്. അതിനവർക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഫിക്സ് ചെയ്യുന്ന ടാർഗറ്റ് ആ പെർസെന്റേജ് അതേ ദിവസങ്ങളിൽ എത്തേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് അവർ ഇത്രയും 2.5 കോടി ജനങ്ങളിലേക്കൊക്കെയും SIRന്റെ ഫോം എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു നേട്ടം എന്നതിനപ്പുറം അതിന് പിന്നിൽ ജോലി ചെയ്യുന്നവരുടെ സമ്മർദ്ദം അത് ആ പെർസെന്റേജുമായി ബന്ധപ്പെടുത്തിയൊക്കെ താരതമ്യം ചെയ്ത് പറയുമ്പോൾ അത് വളരെ വലുതാണ്. അവർ അത്തരത്തിലുള്ള സമ്മർദ്ദത്തിൽ, കാരണം പല ദിവസവും രാത്രികളിലൊക്കെ BLOമാർ ഇങ്ങനെ കറങ്ങി നടന്ന് അവർ ഫോം വിതരണം ചെയ്യുന്നുണ്ട്. അവരുടെ ജോലിയും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും ഒക്കെയും നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇടപെടുന്നത്. കാരണം നമ്മൾ പല നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ അംഗനവാടി ടീച്ചർമാരടക്കമുള്ളവർ ആ കുട്ടികൾ അംഗനവാടിയിൽ ഇരിക്കുമ്പോഴാണ് BLOമാരായിട്ടുള്ളവർ ഈ തൊഴിൽ കൂടി എടുത്തു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഈ BLOമാരുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ ജോലി മാത്രമല്ല ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഇടപെടുമ്പോൾ മാനസിക സമ്മർദ്ദം വളരെ വലുതാണ് എന്ന് BLOമാർ കഴിഞ്ഞ ഒരാഴ്ചയായി പറയുന്നുണ്ട്. അതിന്റെ ഒരു രക്തസാക്ഷി എന്നുള്ള നിലയിൽ വേണം നമ്മൾ ഈ കണ്ണൂരിലെ ഈ ഒരു സംഭവത്തെ കാണേണ്ടത്. ഒടുവിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക്, ഈ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിലേക്കൊക്കെ നയിച്ചിരിക്കുന്നത് ഈ സമ്മർദ്ദമാണ് എന്ന ആരോപണം ഉയരുന്നു. ആരോപണത്തിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് BLOമാർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് തന്നെ പലരും സംസാരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.